കൃഷിക്കാരൻ്റെ വീട്ടിൽ പച്ചടി ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 പീസ് ഒരെണ്ണത്തിന് 130 രൂപ വിലയ്ക്കും വരും, 250 രൂപയ്ക്കുണ്ട് വില. അപ്പോൾ ഇന്ന് വില കുറവാണ്, ഇന്ന് 150. അതായത് 2024 സെപ്റ്റംബർ 27 തീയതിയിലത്തെ വിലയാണ് പറയുന്നത്, 150. അപ്പോൾ ഇതാണ് ഈ പച്ചടി ഞാൻ കഴിക്കുന്നത്. വളരെ സ്വാദിഷ്ടമാണ്. ഇത് തയ്യാറാക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല, അടുപ്പും ഗ്യാസൊന്നും വലിയ ആവശ്യമില്ല. വളരെ കുറച്ച് നേരമാണ് ഇതിന് തീ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ എടുത്തത് നല്ലൊരു വെള്ളരിക്ക, ഒരു ഏകദേശം 1 കിലോ എന്ന് കൂട്ടിക്കോ. അത് ചെത്തിയതിന് ശേഷം അത് നെടുക അങ്ങോട്ട് പിളർക്കണം, കത്തിക്ക് മുറിക്കണം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നമ്മളുടെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ വാഴയില, ചേമ്പല, വട്ട ഇല, അങ്ങനെ പല ഇലകളുണ്ട്. കൊടപ്പന ഇല. അപ്പോൾ ഇത് ഞാൻ കൊടപ്പനര ഇലയല്ല, ചേമ്പലയിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഇത് ചെത്തി മുറിച്ചിട്ടുള്ള തൊലിയും കുരുവൊക്കെ കളയാനായിട്ട് എളുപ്പമുണ്ട്. ഇത് അങ്ങോട്ട് മടക്കിയിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് ഒരു ഏറ്. അപ്പോൾ അടുത്ത ചെടികൾക്ക് വളം. അപ്പോൾ ഉണ്ടോ, ഇത് ചേമ്പി എടുത്തതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു 1/2 സ്പൂണ് ഉപ്പ്. അതിന് ശേഷമാണ് നമ്മളിതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ സ്വല്പം ഉപ്പിട്ട് വെച്ചേക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം കൂറിപ്പോരും. അപ്പോൾ വല്ല കട്ട് ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകോളും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഈ നാളികേരം പൊളിച്ചതായിട്ട് ഒരു ഇടല് കണ്ടില്ലേ. അപ്പോൾ ആ നാളികേരം അങ്ങോട്ട് പൊളിച്ചു കൊടുക്കണം. അപ്പോൾ ഈ നാളികേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വേനൽക്കാലത്തെ തെങ്ങുമ്മ നിന്ന് ഉണങ്ങി ഈ മഴയ്ക്ക് താഴെ വീണതാണ്, അതിനെ പൊളിക്കുന്നത് കണ്ടോ. നല്ല ഉണക്ക തേങ്ങ, വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഈ നാളികേരം അങ്ങോട്ട് പൊളിച്ചെടുത്ത് കൊടുക്കണം. കണ്ടില്ലേ, നല്ല മൂത്ത് വിളഞ്ഞ ഉണക്ക തേങ്ങന്. ഇതിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ വളരെ സ്വാദാണ്. കാരണം വെയിലത്ത് ഒരു 2-3 മാസമൊക്കെ വെയിലത്ത് കിടന്നിട്ട് ഉണങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ ഉണ്ടോ, ഇതൊക്കെ നല്ല മധുരമുള്ള വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കുടിക്കും. കൂടുതലൊക്കെ നാളികേരമൊക്കെ ഇട്ട് പൊളിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം എടുത്തിട്ട് കുപ്പികളിൽ നിറച്ചിട്ട് പഞ്ചസാര എന്തൊക്കെ ചേർത്തിട്ട് സബിത അവിടെ വെക്കുന്നതാണ്. അത് ഈസ്റ്റിന് പകരം കള്ള്, വട്ടയപ്പം, പാലപ്പം അതിലൊക്കെ ഒഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു ചേമ്പിൻ്റെ ഇല ചെറുത് വേറെ കൊണ്ടുവന്നേക്കാണ്, അതിലാണ് നാളികേരം ചിരണ്ടുക. അപ്പോൾ നമ്മൾ ഈ ഇലകൾ ഉപയോഗിക്കുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പാത്രം കഴുകണ്ട, അത് ഏറ്റവും വലിയ ലാഭം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നോക്കി കണ്ടുപോയിട്ട് പച്ചമുളക് കൊണ്ടുപോയോ. അപ്പോൾ ഉണ്ടോ, ഇതാണ് നല്ല പച്ചമുളക്, ചങ്കടപ്പൻ. ഇതൊക്കെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എരിഞ്ഞിട്ട് ചാടും. അപ്പോൾ ഉണ്ടോ, ഞാൻ ഒരെണ്ണം ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പഴുത്തത് കണ്ടത്. ഞാൻ പിടിച്ചോ, ഒരെണ്ണം ഇടണുള്ളൂ കണ്ടോ. ആ തേങ്ങ ചിരണ്ടിയതും ഒരു പച്ചമുളകും. ഇതേ 1 സ്പൂണ്, 1 സ്പൂണ് പച്ചക്കടുക് ഇട്ടു വറക്കാത്തത്, അതിലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തൈര്, നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഇടാം. ഇപ്പോൾ ഒരു 1/2 ലിറ്ററിന് 1/4 ലിറ്റർ 250 ml തൈരാണ് ചേർക്കുന്നത്. അതിന് ശേഷം ഇത് മിക്സിയിലിട്ട് കൊണ്ട് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഒരു വെണ്ണ പരുവത്തിലാവുമ്പോഴേ നല്ല ഇത് കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കണം. നല്ല മൺചട്ടി, അത് ബ്ലാക്ക് ആണെങ്കിൽ നല്ല കാണാൻ ഭംഗി കിട്ടും, കാരണം വെളുത്ത കറിയാണ്. അപ്പോൾ ഉണ്ടല്ലേ, നല്ല മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, വെള്ളമൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞ ശേഷം. വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തോ. കുറച്ച് അധികമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതിന് ശേഷം കടുക് പൊട്ടിക്കണം. 2 ടീസ്പൂൺ, ടേബിൾ സ്പൂണല്ല, ചായക്കൊക്കെ ഇടുന്ന സ്പൂൺ കണ്ടോ, 2 ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ എപ്പടപെടാന്ന് കണ്ട് പൊട്ടും. അപ്പോഴേക്കും എന്നോട് ഇത് നോക്കി കണ്ടുപോയിട്ട് വേപ്പല പൊട്ടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വേപ്പല പൊട്ടിക്കാൻ വന്നു. ഇപ്പം എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. ഉണ്ടോ, അപ്പോൾ ഫ്രഷ് വേപ്പല നമ്മളുടെ
തൊടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒടിച്ചുകൊണ്ട് വന്ന് ഇതങ്ങോട്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ ഈ കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക്, നല്ല ചുവപ്പ് മുളക്, കാശ്മീരി മുളകോ അല്ലെങ്കിൽ തമിഴിൻ്റെ മുളകോ ആന്ധ്ര മുളകോ ഏതെങ്കിലും ഇട്ടാൽ മതി. അതിന് ശേഷം അതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ പച്ചവേപ്പില ഞാൻ കൊണ്ടുവന്നത് ഇത്തിരി കൂടി, കാരണം എത്ര വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഹനുമാൻ ലങ്ക പോയിട്ട് പറിച്ചു കൊണ്ടുവന്നോണാണ് ഞാൻ ഒരു കൂടുതൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ വേപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേപ്പിലൊന്ന് മൊരിഞ്ഞപ്പോൾ തന്നെ സ്റ്റവ് ഓഫാക്കി. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളരിക്ക ഇവിടെ വെച്ചെന്ത് എടുത്തിട്ടത്. അതിന് ശേഷം അരപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും നാളികേരവും പച്ചമുളകും അവിടെ തൈരും കൂടിയിട്ട് കടും കൂടിയിട്ട് അരച്ച മിശ്രിതം ഉണ്ടല്ലോ, അത് ഈ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഈ തീ കെടുത്തിയിട്ട് വേണം നിങ്ങളുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഇല്ലേ അതൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചെയ്യണം. അതർവൈസ് കണ്ടല്ലേ. അപ്പോൾ അത് ഒരു പച്ചടി ഉണ്ടാക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈ. നമ്മുടെ ഒറിജിനൽ ഊട്ടി കിഴങ്ങാണ്, ഊട്ടിയിലെ പൊട്ടാറ്റോ. കോലാറുണ്ട്, മൈസൂരുണ്ട്, പല സ്ഥലത്തുണ്ട്. നമ്മൾ കോലാറല്ല. പിന്നെ ഹസൻ എന്ന് പറഞ്ഞിട്ടൊരു കിഴങ്ങുണ്ട്. ഹസനും കോലാറൊന്നുമല്ല, ഇത് ഒറിജിനൽ ഊട്ടി. അവിടുത്തെ കിഴങ്ങിന് കിലോയ്ക്ക് 10 രൂപ കൂടുന്നുണ്ടാവും. മാർക്കറ്റ് വിലയിലേ എപ്പോഴും 10 രൂപ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ബ്ലോവറുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ വേവില്ല. അപ്പോൾ കോലാറും മറ്റേ ഹസനൊന്നും പൊട്ടാറ്റോ മേടിക്കരുത്, ഒറിജിനൽ ഊട്ടി. അപ്പോൾ കണ്ടോ, അത് വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇളക്കി മറിച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിനൊരു നമ്പർ ഉണ്ട് കേട്ടോ, അത് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈയുടെ നമ്പർ എത്രയാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ സബിതയ്ക്ക് അറിയാം. അപ്പോൾ മകൻ വന്നിട്ടാണ് അത് എടുത്തിട്ടൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഇടയ്ക്ക് അവൻ വന്നിട്ട് ആ മമ്മീനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് കണ്ടില്ലേ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കലും കഴിഞ്ഞ് അവിടെ മുള്ളൻ വറുത്തതുണ്ട് കണ്ടില്ലേ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് തൊലി കളയണത്. ഒക്കെ നമ്മൾ ഇലയിൽ വെച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഇല അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പണി കഴിഞ്ഞു. അല്ലെങ്കിൽ അവിടെ മേശപ്പുറം ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യണം, എല്ലാം ഉണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ നല്ല സ്ലൈസായിട്ട് എടുത്തേക്കാണ് ആള്. കണ്ടില്ലേ, എന്താ കണ്ടാൽ തന്നെ കൊതിയാവും. അപ്പം നമുക്കിത് കാലത്ത് 9 മണിക്കണ്ട, ഭാര്യ സബിത എല്ലാ ഭക്ഷണങ്ങളും കാലത്ത് 9 മണിക്ക് റെഡിയാക്കി തരും. എനിക്കിത് കഴിഞ്ഞിട്ടാണ് കുളിച്ച് ഒരു 9:30 ലൂക്കാസ് സൂപ്പർ മാർക്കറ്റ് തുറക്കും പോയിട്ട്. ഇനി രാത്രി 9:30 വരെ 12 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി. ഇതന്നെ ഒന്നല്ല, കാലത്ത് വെളുപ്പിന് 5 മണി കഴിഞ്ഞ് എണീക്കുക, ഞാനും ഭാര്യയും കൂടിയിട്ട് ഒരു 4 കിലോമീറ്റർ നടക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ കൃഷിപ്പണികൾ. അപ്പോൾ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് വലിയ ലാഭമൊന്നുമില്ല, ബട്ട് ഐ ആം ഡൂയിങ് ഫോർ മൈ പാഷൻ. അപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളത് കുറച്ച് കൃഷി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ സ്ഥലമൊന്നും വേണ്ട, വീടിൻ്റെ മുകളിൽ ഒരു ഡ്രം വെച്ചിട്ട് അതിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ സുഖമായിട്ടാണ് ഭക്ഷണം കഴിക്കാം, പൈസ വേണ്ട. ഇത് 2 ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് കഴിഞ്ഞ